ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാക്യം വായിച്ചാട്ടെ. ലൂക്ക 24:30-31 വാക്യങ്ങൾ. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അദ്ദേഹം അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ കണ്ണു തുറന്നു. ഇതൊരു വലിയ മർമ്മമാണ്. തിരുവത്താഴത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന മർമ്മമാണ്. ഇത് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞാൽ ഈ അപ്പം എടുക്കുമ്പോഴും വാഴ്ത്തുമ്പോഴും കൊടുക്കുമ്പോഴും ഒന്നും അവർ കണ്ണടച്ചിരിക്കുകയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവർ ഈ തുറന്ന കണ്ണ് എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു കണ്ണാണ്, നമ്മുടെ അക്ഷരികമായ കണ്ണല്ല. ഇനി എന്താണ് അപ്പം എന്ന് നമുക്കൊന്ന് നോക്കാം. അത് യോഹന്നാൻ സുവിശേഷം 6:35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. ഇവിടെ പറഞ്ഞത് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ അപ്പം എന്നല്ല പറഞ്ഞത്. ശരീരത്തിൻ്റെ അപ്പം അത് രാവിലെ കഴിച്ചാൽ ഉച്ചയാകുമ്പം വീണ്ടും വിശക്കും, ഉച്ചയ്ക്ക് കഴിച്ചാൽ വീണ്ടും വൈകിട്ട് വിശക്കും. പക്ഷേ ഇവിടെ പറഞ്ഞത് ആ അപ്പത്തിനെ കുറിച്ചല്ല. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും വിശക്കുകയില്ല. ജീവൻ്റെ അപ്പം, ജീവൻ്റെ വെള്ളം, ഇത് രണ്ടുമാണ് അവിടെ പറഞ്ഞത്. അത് രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണവും പാനീയവുമല്ല. ഇനി യോഹന്നാൻ 6:63 വായിച്ചേ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. എന്താ പറഞ്ഞത്? ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ, തർജ്ജിമ ചെയ്ത് തിരിഞ്ഞുപോയ വചനങ്ങൾ എന്നല്ല. തർജ്ജിമയ്ക്കകത്ത് മിസ്റ്റേക്ക് വന്നും തിരിഞ്ഞും കട്ടി കുറച്ചും ഒക്കെ എഴുതി മാറ്റി വന്നപ്പോൾ പോയ വചനങ്ങൾ എന്നല്ല പറഞ്ഞേക്കുന്നത്. ഞാൻ സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. ഒരിക്കൽ നമ്മൾ ഇങ്ങനെ വീഡിയോ സംസാരിച്ചപ്പം ഒരു സഹോദരൻ കയറി ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു. വോയിസ് ക്ലിപ്പ് ഇതാണ്: ആരാണ്ട് എഴുതി എന്താണ്ട് പറ്റിപ്പോയ വചനത്തിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ആരാണ്ട് എഴുതി എന്താണ്ട് പറ്റിപ്പോവുക എന്നുള്ളതല്ല. ഈ ഒറിജിനലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾക്കേ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിച്ചിട്ടുള്ള വചനങ്ങൾക്കേ ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളൂ. അല്ലാതെ എഴുതി തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ദൈവത്തിനില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവുള്ളവർക്കുണ്ട്. ഇനി 6:32-33 വായിച്ചേ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ കൊടുക്കുന്നതാകുന്നു. ദൈവത്തിൻ്റെ 6:32-33 ഇങ്ങനെ വായിക്കുന്നു. യേശു അവരോട്, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവാണ്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നവനാകുന്നു. ആ വേർഷനിൽ നൽകുന്നത് ആകുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് ജീവൻ നൽകുന്നവൻ ആകുന്നു. എന്നിട്ട് യേശു 6:35 പറഞ്ഞത് എന്നാന്ന് നോക്കിയേ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പോൾ മോളി പറഞ്ഞത് ജീവൻ നൽകുന്നതാകുന്നു എന്നല്ല, നൽകുന്നവൻ ആകുന്നു എന്നാണ്. അങ്ങനെയാണ് ഈ തർജ്ജിമയ്ക്കകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഇങ്ങനെ വന്നാണ് ഇതിങ്ങനെ മാറിപ്പോകുന്നത്. ജീവൻ്റെ അപ്പം, ശ്രദ്ധിക്കണം, ശരീരത്തിൻ്റെ അപ്പമല്ല. ശരീരത്തിന് വിശക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ശരീരത്തിന് ദാഹിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 6:25-33 വരെ വായിച്ചേ. മത്തായി 6:25
25 മുതൽ 33 വരെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കും എന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ലയോ? ഉത്കണ്ഠപ്പെടുന്നതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തോട് ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? വസ്ത്രത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എന്തിന്? വയലിലെ ലില്ലിച്ചെടികളെ നോക്കുവിൻ, അവ എങ്ങനെ വളരുന്നു? അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം അണിഞ്ഞൊരുങ്ങിയിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കും. ആകയാൽ നാം എന്തു ഭക്ഷിക്കും, നാം എന്തു കുടിക്കും, നാം എന്തു ധരിക്കും എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെടരുത്. ഈ കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഈ ഭാഗം അങ്ങ് ദീർഘമായിരുന്നു. ഇച്ചിരി വായിച്ചു കേട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞ കാര്യത്തിൽ ജീവൻ്റെ അപ്പം ഒന്നുണ്ട്, ശരീരത്തിൻ്റെ അപ്പം വേറൊന്നുണ്ട്. ശരീരത്തിനുള്ള അപ്പം ഇന്നുള്ളതും നാളെ തീയിലിട്ട് കളയുന്നതുമായ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അതുകൊണ്ട് എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ധരിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത്. അങ്ങനെ വ്യാകുലപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജാതീയരാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണെങ്കിൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് ജീവൻ്റെ അപ്പം ഞാനാണെന്ന് പറഞ്ഞത് അത് വേറൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇനി ലൂക്ക 24:30-31 ഒരിക്കൽ കൂടെ വായിക്കാം. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷം. അതായത് ഈ അപ്പം കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞാൽ ഈ അപ്പം എടുത്തപ്പോഴും വാഴ്ത്തിയപ്പോഴും മുറുക്കിയപ്പോഴും ഇവർക്ക് കൊടുത്തപ്പോഴും ഒക്കെ അവരുടെ കണ്ണ് തുറന്നായിരുന്നു. അപ്പോൾ അവരുടെ ഈ കണ്ണിനെ കുറിച്ചല്ല പറയുന്നത്. അത് 24:45 വായിച്ച ലൂക്ക 24:45. തിരുവഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധി തുറന്നു. ബുദ്ധി തുറന്നെന്ന് ആ വേർഷൻ എഴുതിയപ്പം ചില വേർഷൻ തിരുവഴുത്തുകൾ ഗ്രഹിക്കേണ്ടതിന് മനസ്സ് തുറന്നു എന്ന് എഴുതിയ വേർഷനുകളുമുണ്ട്. അപ്പം ഇത് ഗ്രഹിക്കാൻ മനസ്സ് തുറന്നു കൊടുത്തു എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സ് തുറന്നു കൊടുത്തു എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ മനസ്സ് തുറക്കുന്ന ഒരു സംവിധാനം, ജീവൻ്റെ കണ്ണ് തുറന്നു, അല്ലെങ്കിൽ ജീവൻ്റെ കണ്ണ് തുറന്നു, ജീവൻ്റെ ഉടയവനെ തിരിച്ചറിഞ്ഞു എന്നതാണ് അതിനകത്ത് കിടക്കുന്നത്. ജീവൻ്റെ കണ്ണ്, അതായത് ഈ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പം ജീവൻ്റെ കണ്ണ് തുറന്നു, ജീവൻ്റെ ഉടയവനെ തിരിച്ചറിഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം വിടുതൽ വന്നപ്പോഴെല്ലാം ഇത് അറിഞ്ഞു. ചെങ്കടൽ അങ്ങോട്ട് കടന്നപ്പോഴത്തേനും പിന്നെ ഭയങ്കര പാട്ടും ചാട്ടമൊക്കെ ആയി. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ജനം തിന്നാനും കുടിക്കാനും ഇരുന്ന് കൂത്താടാൻ എഴുന്നേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂത്താടാൻ എഴുന്നേറ്റപ്പം ആകെ പ്രശ്നമായപ്പോൾ അഗ്നിസർപ്പങ്ങൾ വന്നു. അപ്പം വീഴുകയും എഴുന്നേൽക്കുകയും വീഴുകയും എഴുന്നേൽക്കുകയും. ഈ വിടുതലില്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഈ ജനം മത്സരിച്ചു. പുതിയ നിയമ വിശ്വാസികൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ, എന്തായാലും വിടുതൽ വരുമ്പോൾ നന്ദി കാണിക്കും, കാത്തിരിക്കേണ്ടി വരുമ്പോൾ ലഭിച്ചതെല്ലാം മറക്കും. അങ്ങനെ ചെയ്യുന്നവർ ഹെബ്രായ ലേഖനം 6:4-5-6 അതിൻ്റെ കാര്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് വേണ്ടി ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. അതായത് വിടുതൽ വരുമ്പോൾ ഭയങ്കര സാക്ഷ്യവും ഭയങ്കര അത്ഭുതവും ബാക്കിയൊക്കെ വന്നിട്ട് ഒരു ഞെരുക്കമോ ഒരു പ്രയാസമോ വരുമ്പോൾ കർത്താവിനെ വിട്ടിട്ട് ഓടുന്ന ആളുകൾ, വിട്ടിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഇവർ സഭയിൽ നിന്ന് മാറുമൊന്നുമില്ല. അങ്ങനെ സഭയിൽ നിന്ന് പോകുന്നവരെയാണ് പിന്മാറ്റക്കാരെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഭയ്ക്കകത്ത് ഇരിക്കുന്നതുങ്ങളാണ് ഈ പിന്മാറ്റക്കാർ. അതുങ്ങളിരിക്കും, സൗകര്യമുള്ളപ്പം വരും, സൗകര്യമുള്ളപ്പോൾ പോകും, എന്തും കാണിക്കും, എന്തിനും അവർ തയ്യാറാകും. അങ്ങനെയുള്ളവർ
അതിൻ്റെ ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധ്യതയില്ല. കാരണം ഇവർക്ക് അറിയാൻ മേലാത്ത വചനമില്ല. എന്നും ഇത് കേൾക്കുന്നുണ്ടല്ലോ. കാരണം അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും പരസ്യമായി അപഹാസ്യനാക്കുകയും ചെയ്യുന്നു. ഈ സാധനമെല്ലാം ഉള്ളത് ദൈവത്തിൻ്റെ സഭയ്ക്കകത്താണ്. കർത്താവിനെ വീണ്ടും പരസ്യമായി അപമാനിക്കുകയൊക്കെ ചെയ്യുന്നവരൊന്നും വെളിയിലുള്ളവരൊന്നും അല്ല. ഇതിനകത്തുള്ളവരാണ് ഈ സൈസ് പണികളെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഭിച്ചതൊക്കെ മറക്കുന്നവർ കർത്താവിനെ പരസ്യമായി അപഹാസ്യനാക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ, സഭയ്ക്കകത്തിരുന്ന് നിത്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ കർത്താവെ, ദൈവത്തിന് ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയും അല്ലെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുകയും കർത്താവെ പരസ്യമായി അപഹാസ്യനാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞാനോ എന്നെ കേൾക്കുന്ന വ്യക്തികളോ മാറരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെട്ട് കർത്താവെ, നന്മ വരുമ്പോൾ ദൈവത്തിൽ നിന്നാണെങ്കിലും ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നെങ്കിൽ ചില ഞെരുക്കം വരുമ്പോൾ ജോബിനെ പോലെ കാത്തിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വീണ്ടും അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവെ അടിയനെയും കേൾവിക്കാരെയും ഒക്കെ അനുഗ്രഹിക്കണമേ. തള്ളിക്കളഞ്ഞ് അങ്ങയെ വീണ്ടും ക്രൂശിക്കുകയും കർത്താവെ അങ്ങയെ അപഹാസ്യനാക്കുകയും പരസ്യമായ അപഹാസ്യമാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. പുത്രനായ യേശുവിൻ്റെ കൃപ, പിതാവിൻ്റെ സ്നേഹം ഒക്കെയും എല്ലാവരുടെ മേലും അധികമായി നിറഞ്ഞ് ബലപ്പെടുത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.